ഹലോ കൂട്ടുകാരെ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. ഇത് നമ്മൾ മഴയൊക്കെ ആയില്ലേ, മഴയായി കഴിഞ്ഞാൽ നമ്മൾ ചെമ്പരത്തി താളി, കുറുന്തോട്ടി താളി അങ്ങനത്തെ താളിയൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പാടത്താളി എന്നൊക്കെ പറയും കേട്ടോ. ഇതിനെ എല്ലാ വേലികളിലും കാണാം കേട്ടോ, മിക്കവാറും വേലികളിലൊക്കെ കാണും. ഇതിനെയാണ് കേട്ടോ മഴയാകുമ്പം അതിനൊരു കൊഴുപ്പൊക്കെ കുറവാണ്. പക്ഷെ കുറച്ച് നേരം ഇങ്ങനെ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ജെൽ കൺസിസ്റ്റൻസി എത്തും കേട്ടോ. പക്ഷെ നമ്മൾ ആദ്യം ഇങ്ങനെ ഇതരയ്ക്കുമ്പോൾ കൊഴുപ്പൊക്കെ കുറവാണ്. അങ്ങനെ നമുക്ക് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല താളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ തേയിലേൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുറേ കാണാം കേട്ടോ. പക്ഷെ ഇതിനകത്തൊന്നും പറിക്കാൻ പറ്റില്ല. ഒരു മരുന്നൊക്കെ അടിക്കുന്നുണ്ട്, പുല്ലൊക്കെ കരിഞ്ഞു പോകുന്ന മരുന്നൊക്കെ അടിക്കുന്നതാണ്. അന്നേരം അതിനകത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന് പറിച്ചിട്ടില്ല, നമ്മൾ വേദിക്കുള്ളത് മാത്രമാണ് കേട്ടോ. പറിച്ചിട്ട് നമ്മൾ കല്ലിലിട്ട് അരച്ചാലും മതി. അതുകൊണ്ട് കല്ലിട്ട് ഞാൻ വരയ്ക്കുന്നില്ല. വരയ്ക്കാൻ ഭയങ്കര റിസ്ക്കാണ്. അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി കൊടുത്താൽ ആകും കേട്ടോ. നന്നായി ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളമെടുത്ത് നന്നായി തിരുമ്മി കഴിഞ്ഞാൽ നല്ലോണം വരും. അങ്ങനെ നല്ലോണം കളറാണ് കേട്ടോ ഇതിന്. ഇപ്പോൾ ചെമ്പരത്തിയൊക്കെ നല്ല കളർ വരും. കൊഴുപ്പ് കുറവാണ്. നല്ലോണം തിരിഞ്ഞെടുക്കാൻ നല്ല പെട്ടെന്നൊരു യൂസിലൊക്കെ ഒന്ന് കമൻറ്റോടെ പറയണം കേട്ടോ. കേക്കൊക്കെ വെള്ളം നല്ലോണം പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഇതാ നമ്മളെല്ലാം അരിക്കുന്ന പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുത്തിട്ട് പുഴയിലാണ് കേട്ടോ പോയേക്കുന്നത്. വീട്ടിൽ നിന്ന് കഴുകിക്കഴിഞ്ഞാൽ വെള്ളം നമുക്ക് ഒരു സമാനം ഉണ്ട്. അതായത് വേണമെങ്കിൽ നമുക്ക് 10-15 മിനിറ്റ് വെച്ചിട്ട് കഴുകാം. അങ്ങനെ ഇത് ഫുള്ള് അരിച്ചെടുക്കുന്നത് കരയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അത് വെക്കാൻ സമയത്ത് ഉറങ്ങുന്നുണ്ടാണ് വെക്കാനും നേരില്ല കേട്ടോ. അങ്ങനെ സ്കാൽപ്പിലാണ് കേട്ടോ നല്ലോണം അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാമെന്ന് സ്കാൽപ്പിലേക്ക് നല്ലോണം മസാജ് ചെയ്തെടുക്കും. ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്പീഡായിട്ടായിരിക്കും വീഡിയോയിൽ കാണാം. അങ്ങനെ നല്ലോണം ചെയ്ത് വെക്കാൻ മതി കേട്ടോ. അല്ലെങ്കിൽ നല്ല മുടി കൂടി കൊഴുകി വരിക. ഞാൻ ചെയ്യുമ്പോൾ സ്പീഡായിട്ട് നോക്കുമ്പോൾ ഇത് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ സ്പീഡായിട്ട് എടുക്കും ഞാൻ കേട്ടോ. നല്ലോണം മസാജ് ചെയ്തിട്ട് നന്നായി കഴുകിയിട്ട് 15 മിനിറ്റ് വെക്കാൻ പറ്റുന്നവർക്ക് ഒന്ന് വെക്കാം കേട്ടോ. നന്നായി കഴുകിയെടുക്കാൻ മതി കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താലും മതി. വേർപ്പോൾ നന്നായി കൺട്രോൾ ചെയ്യാൻ കഴിയും കേട്ടോ. അത് യൂസ് ചെയ്യാൻ വെക്കാൻ പറ്റാത്തവർ പെട്ടെന്ന് കഴുകിയെടുത്താലും മതി. പുഴയിൽ ഒഴുക്കുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പേര് വയ്ക്കുന്നത്. നല്ല സുഖമാണ് തലയൊക്കെ കഴുകാൻ. വെയിലയക്കണം നമ്മൾ മുന്നിലേക്ക് ഇറങ്ങി നിൽക്കാം. നല്ല വെള്ളമൊക്കെ തുറന്ന് നിൽക്കാം. നമുക്ക് നല്ല സുഖമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടൊക്കെ നമുക്ക് തലയിൽ മുക്കി കഴുകണമെങ്കിൽ നല്ല സുഖമാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പോയിക്കിട്ടായിരുന്നു. ഇതൊക്കെ കഴുകാനാണ് സുഖമാണ്. പക്ഷേ ഇറങ്ങാനൊരു പേടി, മഴ ധൈര്യമില്ല, ഒഴുക്കല്ലേ, പറയാൻ പറ്റത്തില്ല എന്താണ് അവസ്ഥ. അതുകൊണ്ട് ഇങ്ങനെയായിരുന്നു ഇപ്പോൾ കഴുകിയെടുക്കുന്നത്. അങ്ങനെ കുടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ചോറിന് ടൈം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് മീനില്ല. അന്നേരം നമ്മൾ സോയാബീൻ ചിരങ്ങണമെന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. അത് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ടായിരിക്കും. മുളക് പൊടി, മല്ലിപ്പൊടി, മസാലയൊക്കെ ചേർത്തെടുത്ത് ഒന്ന് തിരുമ്മി എടുക്കാം കേട്ടോ. എന്നിട്ട് സാധാരണ നമ്മൾ മീൻ പൊരിക്കും പോലെ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. ശേഷം ഫ്ലേവറിന് വേണ്ടി മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് മീനിൻ്റെ പകരമൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് മീനില്ലാണ്ട് ഭക്ഷണം കഴിക്കാനാവില്ല കേട്ടോ. അതുകൊണ്ട് വെറുതെ കിട്ടിയപ്പോൾ ഒന്നുമില്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെയാണ്
നമ്മൾ വീട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നന്നായി ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോറിനൂടെയൊക്കെ കഴിക്കാം. അടുത്തൊരു വീഡിയോ വരാം. ബൈ.